ഇറാൻ യുദ്ധക്കപ്പലിന് കൊച്ചിയിൽ അഭയം നൽകി ഇന്ത്യ. അമേരിക്ക ഇറാന്റെ യുദ്ധക്കപ്പൽ ഒരെണ്ണം ശ്രീലങ്കൻ തീരത്ത് തകർത്തിരുന്നു. തുടർന്നാണ് മറ്റൊരു കപ്പൽ ഇന്ത്യയിൽ അഭയം തേടിയത്. കൊച്ചിയിലേക്ക് അമേരിക്കയുടെ ടോർപിഡോകൾക്ക് സ്ഥാനമില്ല എന്നും എത്തില്ല എന്നും ഇന്ത്യയുടെ ഉറപ്പിന്റെ കരുത്തിലാണ് ഇപ്പോൾ ഇറാൻ കപ്പൽ കൊച്ചിയിൽ വിശ്രമിക്കുന്നതെന്നും റിപ്പോർട്ട്. കേന്ദ്ര സർക്കാർ യുദ്ധത്തിൽ ഇടപെടുന്നില്ല എന്നും അമേരിക്കയ്ക്കൊപ്പം എന്നുമുള്ള മുറവിളികൾക്കിടെയാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. ഈ തള്ളച്ചി എന്ത് നുണയാണ് ഈ പറയണത്? എന്ത് തള്ളച്ചിയാ ഇങ്ങനെ തള്ളി അങ്ങ് മറിക്കണത്? ഈ ഗോധി മീഡിയ മുഴുവൻ ഈ തള്ളി അങ്ങ് മറിക്കണത് എന്തിനാ അറിയോ? 56 ഇഞ്ച് വിശ്വഗുരുവിനെ മഹാനാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ 56 ഇഞ്ച് മഹാൻ വിശ്വഗുരു ഈ നാടിന് വേണ്ടിയോ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ തള്ളി മറിക്കണമെങ്കിൽ ഒരു അന്തസ്സുണ്ട് പറയാൻ. ഇത് ചുമ്മാ സങ്കല്പിക്കത്തിൽ മാത്രം വിശ്വഗുരുവിനെ അങ്ങ് മഹാനാക്കിക്കൊണ്ടിരിക്കുന്ന ഗോധി മീഡിയ. എന്റെ പോനാരമ്മച്ച് അത് ഇറാനിൽ നിന്ന് ഒളിച്ചോടി വന്ന കപ്പലൊന്നല്ല, ഹൈദരാബാദിൽ നിന്ന് ഇറാനിലേക്ക് പോകുന്ന കപ്പലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാനിൽ പോകാൻ കഴിയാത്തത് കൊണ്ട് അടുത്തുള്ള തുറമുഖമായ കൊച്ചി തുറമുഖത്ത് ആ കപ്പൽ ഒതുക്കിയേ ഉള്ളൂ. അല്ലാതെ 56 ഇഞ്ച് വിശ്വഗുരുവിന്റെ ഔദാര്യത്തിൽ വന്ന് നിൽക്കുമെന്നല്ല ഇറാനിലെ ആ കപ്പൽ അവിടെ. മനസ്സിലായോ? 56 ഇഞ്ച് വിശ്വഗുരു ട്രംപ് ഇവിടെ മുള്ളരുതേ പറഞ്ഞാൽ ഇവിടെ മുള്ളില്ല, ഇവിടെ തൂറരുതേ പറഞ്ഞാൽ ഇവിടെ തൂറില്ല. ട്രംപിന്റെ ഷൂ നക്കിക്കൊണ്ട് കുനിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് 56 ഇഞ്ച് വിശ്വഗുരുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും കഷ്ടപ്പെട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നത് അമേരിക്കക്കാരന്റെ മുന്നിൽ കുനിഞ്ഞു നിന്നുകൊണ്ട് ഷൂ നക്കി കൊടുക്കാനാണോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ വിശ്വഗുരുവിന്റെ അവസ്ഥ. അപ്പൊ അതിന് പുറമെ നിങ്ങളും കൂടി ഇങ്ങനെ ട്രോളിക്കൊല്ലണോ ആ വിശ്വഗുരുവിനെ? ഓ, ഇത് സംഖ്യകൾ സൂചിപ്പിക്കാൻ വേണ്ടിയാണല്ലേ? ആയിക്കോട്ടെ. സംഖ്യകൾ അങ്ങനെ തന്നെ. ഈ സങ്കല്പിക്കത്തിൽ കൂടെ സുഖിക്കുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ അത് സംഖ്യകളാണ്. ഇനി വിശ്വഗുരുവിന്റെ ഒരു അവസ്ഥയും കൂടി ഞാൻ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. Any bestie यार, any bestie नहीं होनी चाहिए. No.